നമസ്കാരം. ഈ കാണുന്നത് വയനാട് കൽപ്പറ്റയിൽ ഓങ്കാരനാഥ ഇൻഡോർ സ്റ്റേഡിയമാണ്. വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചതാണ്. 42 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ സ്പോർട്സ് കോംപ്ലക്സ് ഇന്നേ വരെ ഒരു കായിക താരത്തിന് പോലും കയറി പരിശീലനം നടത്താൻ സാധിച്ചിട്ടില്ല. 42 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. കാട് പിടിച്ച് സ്വിമ്മിംഗ് പൂൾ അടക്കം നശിച്ചു പോകുന്ന ഒരു അവസ്ഥ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 2019 ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ആരംഭിച്ചത്. 2025 ഫെബ്രുവരി 27 വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നിട്ട് എന്തായി? ഇതെങ്ങനെ കിടക്കുകയാണ്, താഴിട്ട് പൂട്ടി, ആർക്കും ഉപകാരമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന, അനാഥമായി കിടക്കുന്ന ഈ സ്പോർട്സ് കോംപ്ലക്സ് കാണുമ്പോൾ സംസ്ഥാന സർക്കാരും സ്പോർട്സ് മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ കണ്ണു തുറന്ന് കാണണം ഇതിൻ്റെ ഒരു അവസ്ഥ. നിങ്ങൾ കേരളത്തിൻ്റെ ജനതയുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടമല്ലേ? വളർന്നു വരുന്ന കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇത്തരത്തിൽ വയനാട്ടിൽ ഇങ്ങനെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിച്ചത്? എന്തിനു വേണ്ടിയാണിത് നിർമ്മിച്ചത്? ആർക്ക് വേണ്ടിയാണ്? ഇങ്ങനെ കാട് കയറി നശിക്കാൻ വേണ്ടിയാണോ? ഒരു കായിക താരത്തിന് പോലും ഇതിൽ പരിശീലനം നടത്താൻ സാധിച്ചിട്ടുണ്ടോ? ഈ പൂളിൻ്റെ അവസ്ഥ കണ്ടില്ലേ? വെള്ളം മുഴുവൻ നശിച്ച്, അതോടൊപ്പം തന്നെ ബാത്റൂമൊക്കെ നശിച്ചു കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? 42 കോടി രൂപ എന്തിനു വേണ്ടി ആണ് നിങ്ങൾ ചെലവഴിച്ചത്? ആർക്ക് വേണ്ടിയാണ്? സംസ്ഥാന സ്പോർട്സ് അതോറിറ്റിയും അതോടൊപ്പം സ്പോർട്സ് കൗൺസിലും തമ്മിലുള്ള തർക്കമാണ് ഇതിപ്പോൾ ഇങ്ങനെ അനാഥമായി ഇങ്ങനെ കിടക്കാൻ കാരണം. ഇത് നിർമ്മാണം പൂർത്തീകരിച്ച് ഇത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് കൈമാറേണ്ടതായിരുന്നു. പക്ഷേ ഇന്നേ വരെ ആ പ്രക്രിയ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണിത് ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വയനാടിൻ്റെ മന്ത്രി ഇതൊന്ന് കാണണം, അതോടൊപ്പം വയനാട്ടിലെ MP ഇതൊന്ന് കാണണം. ഇങ്ങനെ ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ അവർക്ക് ഉതകുന്ന തരത്തിൽ കൽപ്പറ്റയിൽ മുണ്ടേരിയിൽ നിർമ്മിച്ച ഈ ഓങ്കാരനാഥ ഇൻഡോർ സ്റ്റേഡിയം ഇങ്ങനെ കാട് കയറി നശിക്കുകയാണ്. 42 കോടി രൂപയാണ് ഇല്ലാതായി പോകുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ കായിക താരങ്ങൾക്ക് അവരുടെ സ്വപ്നമായി അവർ കണ്ടുകൊണ്ടിരുന്ന ഈ സ്റ്റേഡിയം എത്രയും പെട്ടെന്ന് അവർക്ക് തുറന്നു കൊടുക്കാൻ ആവശ്യമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം.